മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ EFL കപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആൻഫീൽഡിൽ വെച്ചിട്ട് ദയനീയമായിട്ടുള്ള ഒരു പരാജയമാണ് സ്പേഴ്സിന് നേരിടേണ്ടി വന്നത്. 1-0 ലീഡുമായിട്ട് ആൻഫീൽഡ് പോയപ്പോൾ കൊട്ടക്കണക്കിന് ഗോളുമായിട്ടാണ് തിരിച്ചു വന്നത്. 4-1 കനത്ത പരാജയം സ്പേഴ്സിനെ കാത്തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ സാധാരണ നമ്മൾ മത്സരം കഴിഞ്ഞാൽ പറയാറുണ്ട്, അയ്യോ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ കളിച്ചു, പൊസിഷൻ നമ്മുടെ കയ്യിലായിരുന്നു, പക്ഷെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ചാൻസുകൾ മിസ് ചെയ്തു. ഇന്ന് ഒന്നും പറയാനില്ല. കാരണം ഇന്നത്തെ സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ചാൻസുകൾ ലിവർപൂൾ ഇന്നത്തെ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു. കളി തുടങ്ങി ആദ്യ മിനിറ്റ് മുതൽ അവസാനം വരെ ലിവർപൂളിന്റെ ഒരു ഡോമിനേഷൻ ആണ് നമ്മൾ കണ്ടത്. ക്രെഡിറ്റ് ടു ദം, ദേ പ്ലേഡ് റിയലി വെൽ. ഇപ്പൊ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് സെമിഫൈനലാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ചു പോയപ്പോൾ ഷോർട്ട് ഓൺ ടാർഗറ്റ് നോക്കിയപ്പോൾ 0, അതായത് 90 മിനിറ്റ് കളിച്ചിട്ട് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പത്തറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വാക്ക് ഇംഗ്ലീഷിൽ കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലുള്ളൊരു പെർഫോമൻസ് ഇന്ന് കണ്ടു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് എന്നൊക്കെ പേപ്പറിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്നു, വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുന്നു, പോസ്റ്റിലേക്ക് ബോൾ ഇടുന്നു. പക്ഷേ ഇത് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് വേണ്ടേ? ഇപ്പൊ കിൻസ്കിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പുള്ളി ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നി, പക്ഷെ ഒന്നും ചെയ്തില്ല. പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു പെനൽറ്റി വഴങ്ങേണ്ടി വന്നു. ഫസ്റ്റ് ഹാഫിൽ ഗാപ്കോ ആണ് സ്കോർ ചെയ്യുന്നത്. ഇപ്പൊ പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ബോളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് ക്രോസ് ഒന്നും ആയിരുന്നില്ല. 18 യാർഡ് ബോക്സിലേക്ക് റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ബോൾ ഇടുന്നു. ബോള് ഗ്രൗണ്ടിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി നേരെ ഗാപ്കോയുടെ കാലിലേക്ക് എത്തുന്നു. അവിടെ 4-5 ഡിഫൻഡർമാർ വായി നോക്കി നിൽക്കുന്നുണ്ട്, ഒരുത്തരും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കിൻസ്കിയെ കബളിപ്പിച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കോർണറിലേക്ക് ഈ ഷോട്ട് അടിക്കുന്നു. ലിവർപൂൾ 1-0 മുമ്പിലേക്ക് എത്തുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഓർമ്മയുള്ള ആകെയുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് പീസ് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ഈ ടൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ബോൾ കൊണ്ടുപോകുന്ന പറയുന്നത് അതൊരു ആർട്ടാണ്. അത് നമ്മൾ പഠിപ്പിക്കാൻ പറ്റില്ല. പ്ലേയേഴ്സിന്റെ എബിലിറ്റിയും അവരുടെ ട്രെയിനിങ്ങിലുള്ള മെത്തഡോളജിയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോവുക. ഇപ്പൊ 2 പേരെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോകാൻ ഓപ്ഷൻ ഇല്ല. ഇവിടെ കൊളിസിസ്കിയുടെ കാര്യമൊക്കെ എടുത്തു പറയണം. പുള്ളി ഇന്ന് ഡ്രിബിൾ ചെയ്ത് മരിക്കുകയായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഡ്രിബിളിങ്. എത്ര പ്രാവശ്യമാണ് ബോൾ കൊണ്ടുപോയി കളഞ്ഞെന്ന് ഒരു പിടുത്തവും ഇല്ല. ഫൈനൽ തേർഡ് എന്നൊക്കെ ഡ്രിബിൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഷാറുഖ് ഖാനൊക്കെ പറഞ്ഞതുപോലെ ഖുദ് ആകെ മത് ബഡോ ബോൾക്കോ ആകെ ബഡാവോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സംഭവം തന്നെയാണ്. എന്തിനാണ് സ്വന്തമായിട്ട് കയറി പോകുന്നത്? വേറെ ആർക്കെങ്കിലും പാസ് കൊടുക്കുക, ഒരു 1-2 കൊടുക്കുക, എന്നിട്ട് കയറി പോവുക. അത് ചെയ്യാൻ ഒരുത്തരും തയ്യാറല്ല. സോണിന്റെ കാര്യം പറയണം. എന്റെ പൊന്നോ, പുള്ളിയുടെ വെടി തീർന്നു. ഇനി സണ്ണിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കിട്ടിയ തന്നെ കൂടുതലാണ്. വിങ്ങിൽ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം കട്ട പോകുകയാണ്. ഒരു പ്രതീക്ഷയില്ല. ഇന്നത്തെ മിഡ്ഫീൽഡൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്മശാനത്തിൽ പോയ അവസ്ഥയാണ്. കാരണം ആരുമില്ല മിഡ്ഫീൽഡിൽ. അത്രയ്ക്കും ആൾക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയാവും. കാരണം മിഡ്ഫീൽഡ് ഇല്ലാതെ കളിക്കുന്നതായിരിക്കും ഇതിൽ നല്ലതെന്ന് തോന്നിപ്പോയ സിറ്റുവേഷനാണ്. ലിവർപൂൾ ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് 20 പ്ലെയർ ഒക്കെ ഉള്ളതുപോലെ തോന്നും. കാരണം മിഡ്ഫീൽഡിൽ 5 പേര്, ഫോർവേഡ് ലൈനപ്പിൽ 5 പേര്. പക്ഷെ നമ്മൾ ആരെ പ്ലെയർ മിഡ്ഫീൽഡിൽ കാണുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇപ്പൊ പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള മത്തായി സ്റ്റെല്ല് ഇന്ന് സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ ഇറങ്ങി. നമ്മൾ റിച്ചാർഡ്സിന്റെ കാര്യം പറയണം. പുള്ളിയൊക്കെ തൂക്കി വിൽക്കേണ്ട സിറ്റുവേഷൻ ആണ്. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഒന്നും സാരമില്ല, നല്ലൊരു തുലാസ് എടുക്കുക, പുള്ളിനെ തൂക്കിയിട്ട് എത്രയാണ് പൈസ എന്ന് വെച്ചിട്ട് കൊണ്ടുവിടുക. കാരണം പുള്ളി 2 മാസം പുറത്തായിരിക്കും, 2 ദിവസം കളിക്കും, 2 മാസം പിന്നെയും പുറത്തു പോകും, 2 ദിവസം കളിക്കും. ഇങ്ങനെയുള്ള ഒരു പേര് എന്തിനാണ് നമുക്ക് ആവശ്യം? ഇന്ന് വീണ്ടും ഇഞ്ചുറി ആയി പുള്ളി പുറത്തേക്ക് പോയി. ഒരു മാച്ച് പോലും മര്യാദയ്ക്ക് കളിക്കാൻ റിച്ചാർഡ്സിന് കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഫോർവേഡ് ലൈനപ്പിൽ ടെൽ ഇറങ്ങി. ടെല്ലെല്ലരെ കയ്യിൽ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. മുമ്പോട്ട് കേരിവാ മക്കളെ ഒരുത്തരും കയറി വരുന്നില്ല. പുള്ളിയുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ്. കാരണം ബയൺ പോലത്തെ ടീമിലൊക്കെ എല്ലാവരും കയറിപ്പോയി അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവിടെ മിഡ്ഫീൽഡിലേക്കൊന്നും ആരും വരുന്നില്ല, വിളിച്ചിട്ട് പോലും വരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്തായാലും ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് സെക്കൻഡ് ഹാഫിൽ 3 ഗോളുകൾ വന്നു. ഇപ്പൊ ന്യൂനസിനെ കിൻസ്കി ഫൗൾ ചെയ്യുന്നു. അങ്ങനെ ഒരു പെനാൽറ്റി മോസാല കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് 2 കിടിലൻ ഗോളുകൾ കൂടി അവർ സ്കോർ ചെയ്തു. ഇവിടെ സബോസ്ലായുടെ
ഒരു അടിപൊളി ടീം ഗോൾ നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഒരു സെറ്റ് പീസിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വിർജിൽ വാൻ ഡൈക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു മികച്ച പെർഫോമൻസ് ആണ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വിക്ടറി. അവര് കിഡിലും പെർഫോമൻസ് ആയിരുന്നു. പാഞ്ചിനെ സാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറെ വേട്ടാവളിയന്മാര് ബഹളം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അവിടെ ഗാലറിയിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡാനിയൽ ലീവി. പുള്ളി മത്സരത്തിനിടക്ക് ഉറങ്ങിപ്പോയി. അങ്ങനത്തെ സിറ്റുവേഷനാണ്. പുള്ളി ഉറങ്ങുന്ന സിറ്റുവേഷനിൽ നമ്മുടെ സ്ഥിതി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇതുപോലുള്ള മത്സരങ്ങൾ ഇനി വരാതിരിക്കട്ടെ. ഇനി യൂറോപ്പ് ലീഗും കൂടി ബാക്കിയുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.